ദൈവത്തിന് സ്തോത്രം. ഒരാളെ ദൈവമാണ് നയിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമുള്ളതെല്ലാം ഓരോ സമയങ്ങളിലും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കും. ഇത് ഹഡ്സൺ ടൈലറിൻ്റെ വാക്കുകളാണ്. ഇത് വാസ്തവത്തിൽ എത്രയോ ശരിയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവർക്കത് മനസ്സിലാവും. മനുഷ്യജീവിതം എന്ന് പറയുന്നത് അനിശ്ചിതത്വങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ പലപ്പോഴും ഇരുളും വെളിച്ചവും ഒക്കെ ഉണ്ടാവും. ചില നിമിഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഉള്ള വഴി വ്യക്തമായിട്ട് കാണുവാൻ കഴിയുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ എല്ലാം അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടതായിട്ട് തോന്നും. അത്തരം സമയങ്ങളിലാണ് നാം ദൈവത്തെ മുറുകെ പിടിക്കുന്നത്. കാരണം ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിലുള്ള ശരണം അപ്പോഴാണ് നാം വയ്ക്കുന്നത്. ദൈവം നയിക്കുന്നിടത്ത് തീർച്ചയായിട്ടും അവിടുന്ന് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു. ഇതൊരാശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, തലമുറയായ അനേക ഭക്തന്മാർ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം ഒരാളെ ഒരു ദൗത്യത്തിനായിട്ട് വിളിക്കുമ്പോൾ ഒരിക്കലും അവനെ വഴിമധ്യേ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിളിക്കകത്ത് ദൈവത്തിൻ്റെ കരുതലും ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാളെക്കുറിച്ചാണ് നമ്മുടെ എല്ലാം ഭയം. എന്നാൽ ദൈവം നമ്മുടെ നാളെയേക്കാൾ എത്രയോ വലിയവനാണ്. യിരെമ്യാവിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ എനിക്കറിയാം. അവ നിങ്ങളുടെ അനർത്ഥത്തിനു വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. ചെങ്കടലിൻ്റെ തീരത്ത് ഇസ്രായേൽ മക്കൾ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ മരണം മാത്രമാണ് അവർ കണ്ടത്. പിറകിൽ ശത്രുവിൻ്റെ സൈന്യം, മുന്നിൽ ചെങ്കടൽ. വഴിയില്ല എന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ അതേ സ്ഥലത്താണ് ദൈവം ഒരു പാത തുറന്നു കൊടുത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പ് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളെ എപ്പോഴും മറികടക്കും. ദൈവത്തിൻ്റെ മാർഗങ്ങൾ പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റാറില്ല. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നാം ആ വിളിക്ക് സമർപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നത് ലോകത്തിൽ ഒരുപാട് കഴിവും മിടുക്കുമുള്ളവരെയല്ല. അവിടുന്ന് പലപ്പോഴും ദുർബലരെയും മനസ്സു തകർന്നവരെയുമാണ് തൻ്റെ കൈകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മോശയ്ക്ക് തൻ്റെ നാവിൻ്റെ പരിമിതിയെക്കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ തടിച്ച നാവുള്ളവൻ എന്ന് അയാൾ പറഞ്ഞു. ഗിദെയോൻ തൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് ദൈവത്തോട് പറയുന്നത്. യിരെമ്യാവ് പറയുന്നു, ഞാനൊരു ബാലനാണല്ലോ. എന്നാൽ അവരോടെല്ലാം ദൈവം പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവും. അതായത് ദൈവം നമ്മുടെ ആരുടെയും കഴിവുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നമ്മുടെ എല്ലാ അപര്യാപ്തതകളെയും മറികടക്കുന്നതാണ്. എനിക്ക് കഴിയില്ല മുന്നോട്ട് പോകാൻ എന്ന ഭയത്തിൽ നിന്ന് പലരും ദൈവവിളിയെ അവഗണിച്ചുകൊണ്ട് പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും. ദൈവം നയിക്കുന്ന വഴിയിലൂടെ നാം നടക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ. ക്ഷാമകാലത്ത് ഏലിയാവിന് ആഹാരം കൊടുത്തത് ദൈവം അയച്ച കാക്കകളായിരുന്നു. മരുഭൂമിയിൽ മന്ന കൊടുത്താണ് ഇസ്രായേൽ മക്കളെ ദൈവം പോഷിപ്പിച്ചത്. വിധവയുടെ പാത്രത്തിലെ എണ്ണ തീർന്നു പോകാതിരുന്നത് ദൈവത്തിൻ്റെ നടത്തിപ്പായിരുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് എത്രയോ ആയിരങ്ങളെ ദൈവം തൃപ്തിപ്പെടുത്തി. ഇതെല്ലാം നമ്മോട് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, ദൈവം നടത്തും. ദൈവത്തിൻ്റെ വിഭവങ്ങൾ ഒരിക്കലും തീർന്നു പോകുന്നതല്ല. തൃക്കൈ തുറക്കുമ്പോൾ സകലത്തിനും തൃപ്തി വരും. ലോകം നമുക്ക് തന്ന ഉറപ്പുകളൊക്കെ തകരാം. മനുഷ്യൻ നമ്മോട് പറഞ്ഞ വാക്കുകൾക്കൊക്കെ മാറ്റം വരാം.
നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകൾക്ക് ഇടിവ് സംഭവിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും തീരുന്നില്ല. ദൈവം ചിലപ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കും. ചിലപ്പോൾ നമ്മെ സഹായിക്കേണ്ടതിന് നമ്മുടെ ദുർഘടമേടുകളിൽ ആളുകളെ സഹായത്തിനായിട്ട് ദൈവം അയക്കും. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവം ധൈര്യപ്പെടുത്തും. അതുകൊണ്ട് നമുക്കാവശ്യം ദൈവത്തിൻ്റെ കരുതലിലുള്ള പൂർണ്ണ വിശ്വാസമാണ്. അബ്രഹാം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ദൈവത്തിൻ്റെ നടത്തിപ്പിൽ പുറപ്പെട്ടതാണ്. ഇവരെല്ലാം ഒരേ സ്വഭാവമുള്ളവരാണ്. അവരവരുടെ സാഹചര്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വാക്കുകളെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് വിശ്വാസ ജീവിതം സുഖകരമായ പാതകളിലൂടെ ആയിരിക്കില്ല എപ്പോഴും. എന്നാൽ ദൈവത്തിനു വേണ്ടി കാത്തിരുന്നാൽ ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തും. ദൈവ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയങ്ങളാൽ മനുഷ്യൻ നിറഞ്ഞിരിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയം, രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം, പരാജയഭീതി, ഏകാന്തത അനുഭവിക്കുന്നവർ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം നമ്മോട് കൂടെ ഇരിക്കണം. സ്വർഗീയപിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. അവിടുത്തെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നടത്തണം. ക്രിസ്തുയേശു നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരാളെ ദൈവമാണ് നയിക്കുന്നതെങ്കിൽ